പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ ശബരിമലയിലെ അയ്യപ്പൻ്റെ സ്വർണം പൂർണ്ണമായി കൊള്ളയടിച്ചു കൊണ്ടുപോയ ഉണ്ണികൃഷ്ണൻ പോറ്റി, അതിനിപ്പോൾ പ്രത്യേകിച്ച് അതിനകത്ത് ആർക്കും സംശയമൊന്നുമില്ലല്ലോ. ശബരിമലയിലെ അയ്യപ്പൻ്റെ സ്വർണം കൊള്ളയടിക്കുന്നതിൽ നിർണായകമായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുള്ളത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. ആ ഉണ്ണികൃഷ്ണൻ പോറ്റി കേരളത്തിലെ ഭരണഘടനാ തലവനായിട്ടുള്ള കേരള മുഖ്യമന്ത്രിക്ക് ഭീമ ജ്വല്ലറി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്വർണ്ണ കച്ചവടക്കാരൻ കൊടുത്തൊരു വെറും 15 ലക്ഷം രൂപയുടെ ഒരു ആംബുലൻസ്, ആ ആംബുലൻസിൻ്റെ താക്കോല് കേരള മുഖ്യമന്ത്രിക്ക് കൈമാറുന്ന അപൂർവമായിട്ടുള്ളൊരു കാഴ്ച നമ്മൾ കഴിഞ്ഞ ദിവസം കാണുകയുണ്ടായി. വെറും 15 ലക്ഷം രൂപയുടെ ഒരു ആംബുലൻസ് പോലീസിന് കൈമാറുകയാണ്. അത് ഒന്നുകിൽ ഒരു ADGPയോ അല്ലെങ്കിൽ ഒരു DGPയോ അല്ലെങ്കിൽ ഒരു ആഭ്യന്തര സെക്രട്ടറിയോ ഒക്കെ ഒന്ന് കൈമാറേണ്ട ഒരു വിഷയം അതിനകത്തുള്ളൂ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ പറഞ്ഞ പോലെ ഒരു 150 ലക്ഷം രൂപയുടെ ഒരു ആംബുലൻസ് ആയിരുന്നെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. വെറും ചീള് ആയിട്ടുള്ളൊരു ആംബുലൻസ് കൈമാറുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി, അതും അതിൻ്റെ ഉടമയായിട്ടുള്ള അത് കൊടുത്ത ഭീമ ജ്വല്ലറിയുടെ ഉടമ മാറി കൈയും കെട്ടി അവിടെ നിൽക്കുമ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി കേരള മുഖ്യമന്ത്രിക്ക് അത് കൊടുത്തതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ കണ്ടല്ലോ കഴിഞ്ഞ ദിവസം. അതിനുശേഷം അവർ ഒരുമിച്ച് നിന്ന് ഫോട്ടോ എടുക്കുന്നു. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോകളും ആ വീഡിയോ ഒക്കെ നമ്മൾ കണ്ടു. സുഹൃത്തുക്കളെ, ആ വീഡിയോയിൽ നമ്മൾ പല ആളുകളെയും കണ്ടു. ഒന്ന് മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു, 2 മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശി അവിടെ ഉണ്ടായിരുന്നു. അതിൻ്റെ എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല. സാധാരണ ഇതുപോലെ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പരിപാടികളിലൊന്നും P ശശിയൊന്നും അവിടെ പോകാറില്ല. അവിടെ കേരളത്തിലെ DGPയും അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ ആ ചടങ്ങ് അവിടെ നടത്തിച്ചതിൽ ആ ചടങ്ങിൻ്റെ മുഖ്യ സംഘാടകനായി ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ അവിടെ ഉണ്ടായിരുന്നു. ആ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ്റെ പേരാണ് ADGP S ശ്രീജിത്ത്. അയാൾ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിൽ ഞാൻ ഒരുപാട് വീഡിയോകൾ ചെയ്തു. അയാളാണ് ആ ചടങ്ങ് അവിടെ നിന്ന് സംഘടിപ്പിച്ചത്. അയാൾക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയായിട്ടുള്ള ബന്ധം സംബന്ധിച്ച് ഞാനൊരു 1.5 മാസക്കാലമായി ഞാൻ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അയാൾ ഉണ്ണികൃഷ്ണൻ പോറ്റി അയാളെ വന്ന് പൊന്നാട അണിയിച്ചതുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ അയാളുടെ പങ്ക് അന്വേഷിക്കണമെന്ന് പറഞ്ഞിട്ട് 14/10/2025 ഞാൻ SITക്ക് കത്ത് കൊടുത്തതാണ്. വിശദമായിട്ടുള്ള കത്ത് കൊടുത്തതാണ്. SIT ആണെങ്കിലില്ല. അതിനെ തുടർന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക്, ചീഫ് ജസ്റ്റിസിന് ഞാൻ ഇയാളുടെ റോള് സംബന്ധിച്ച് അന്വേഷിക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ കത്ത് കൊടുത്തിട്ടുള്ളതാണ്. അതിനകത്തും തുടർ നടപടികളൊന്നും കണ്ടിട്ടില്ല. സുഹൃത്തുക്കളെ, എനിക്ക് ഈ വീഡിയോയിൽ വീണ്ടും ചോദിക്കാനുള്ളത്, കാരണം വെച്ചാൽ ഞാനത് വീണ്ടും ചോദിക്കാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയെക്കുറിച്ചിട്ട് നിരന്തരം ദിവസവും വീഡിയോകൾക്ക് മുകളിൽ വീഡിയോകൾ അല്ലെങ്കിൽ വാർത്തകൾക്ക് മുകളിൽ വാർത്ത ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മാധ്യമ പ്രവർത്തകനും ഈ ശ്രീജിത്ത് എന്ന് പറഞ്ഞ ഈ പോലീസ് ഉദ്യോഗസ്ഥന് ഇതുമായി ബന്ധപ്പെട്ടുള്ള റോളിനെ കുറിച്ചിട്ട് ഒരു വാക്ക് പറയാൻ അവർക്കാർക്കും ഒരു നട്ടലുമില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാനത് വീണ്ടും എനിക്കിത് പറയേണ്ടി വരുന്നത്. ഒരു മാപ്രയ്ക്കും അതിൽ നട്ടലില്ല. ഒരു മാധ്യമപ്രവർത്തകന് നട്ടലില്ലാത്തതിൻ്റെ കാരണം ഇയാളിൽ നിന്ന് എന്തെങ്കിലും വാങ്ങുന്നുണ്ടോ എന്നുള്ളത് കൊണ്ടാണെന്നുള്ള സംശയം ഞാൻ വീണ്ടും ഉന്നയിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഈ ചോദ്യം ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്. ആ യോഗം അവിടെ സംഘടിപ്പിച്ച അതിൻ്റെ മുഖ്യ സംഘാടകൻ ADGP ശ്രീജിത്ത് ആയിരുന്നു എന്നുള്ളത് ആ വീഡിയോ കാണുന്ന ആർക്കും കാണാം. അതിൻ്റെ മുഖ്യ സംഘാടകനായിട്ട് അദ്ദേഹമാണ് അവിടെ നിൽക്കുന്നത്. ഒരു മഞ്ഞ ജുബയൊക്കെ ഇട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി നിൽക്കുന്നു. ഒരു ചുമന്ന വസ്ത്രധാരിയായിട്ടുള്ളൊരു വനിത, ആരാണെന്നറിയില്ല, അവരും അവിടെയുണ്ട്. അതുപോലെ മട്ടന്നൂർ ശങ്കരൻകുട്ടി നായർ എന്ന് പറഞ്ഞ മേള വിദ്വാൻ, അദ്ദേഹം പ്രഗത്ഭനായിട്ടുള്ള അദ്ദേഹവും അവിടെയുണ്ട്. പിന്നെ ഈ മറ്റേ ഭീമ ജ്വല്ലറിയുടെ ഏതോ ഒരു ഉദ്യോഗസ്ഥൻ, ഉടമ ആരാണെന്നറിയില്ല, ഒരാളും അവിടെയുണ്ട്. പക്ഷേ ആ ചടങ്ങ് അവിടെ സംഘടിപ്പിച്ചതിൽ നിർണായകമായിട്ടുള്ള പങ്ക് വഹിച്ചത് ADGP ശ്രീജിത്ത് ആയിരുന്നു എന്നുള്ളത് ആ വീഡിയോ കണ്ടാൽ നമുക്കറിയാം. അദ്ദേഹമാണ് അവിടെ നിറഞ്ഞു നിൽക്കുന്നത്. അവിടെ ആ ചടങ്ങ് നടന്നു. അതിനുശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റി മുഖ്യമന്ത്രി എല്ലാവരും കൂടെ ചേർന്ന് നിന്ന് ഫോട്ടോ എടുക്കുന്നു. അതിനുശേഷം മുഖ്യമന്ത്രി ആ രംഗം വിട്ട് പോകുന്നു. അതിനിടയിൽ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്ക് കൈ കൊടുക്കുന്നു. ഇതൊരു ചുമന്ന വസ്ത്രധാരിയായിട്ടുള്ളൊരു വനിതയും അവിടെ നിൽപ്പുണ്ട്. ഇപ്പുറത്ത് നിൽക്കുന്ന ശ്രീജിത്ത് പെട്ടെന്ന് അപ്പുറത്ത് ചെന്നിട്ട് ആ വനിതയോട് അടുത്ത് നിന്നുകൂടി ഒരു ഫോട്ടോ എടുക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞു. ആ സംഭവങ്ങൾ അവിടെ നടക്കും. സുഹൃത്തുക്കളെ, ആ ചടങ്ങ് നടന്നതിന് ശേഷം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എങ്ങോട്ടാണ് പോയത്? ഉണ്ണികൃഷ്ണൻ പോറ്റി പോയത്
DGP ഓഫീസിലേക്കാണ് പോയത്. ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമല്ല, ആ ചുമന്ന വസ്ത്രധാരിയായിട്ടുള്ള വനിത, അതുപോലെ തന്നെ മട്ടന്നൂർ ശങ്കരൻകുട്ടി ആര്, ഇവർ 3 പേരും കൂടി ഈ ചടങ്ങ് സംഘടിപ്പിച്ചതിന് ശേഷം നേരെ DGP ഓഫീസിലേക്കാണ് പോയത്. DGP ഓഫീസിൽ ചെന്നിരുന്നു. അവർ DGP ഓഫീസിൽ കയറുന്നു. അവിടെ ചെന്നിട്ട് അവർ DGPയുടെ മുറിയിലേക്കല്ല പോയത്. അവർ DGPയെ കാണാൻ പോയില്ലെന്ന് നമുക്കറിയില്ല. എന്തായാലും നമുക്ക് അതിനെക്കുറിച്ചിട്ട് അറിവില്ല. അവർ നേരെ പോയത് ADGP S ശ്രീജിത്തിൻ്റെ മുറിയിലേക്കാണ്. അവിടെ ചെന്ന അവർ എന്ത് ചെയ്യുന്നു? അവരല്ല, അതിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറഞ്ഞ ഈ കാട്ടുകള്ളൻ, ഈ ആനക്കള്ളൻ, ഭഗവാൻ അയ്യപ്പൻ്റെ സ്വർണം എടുത്തിട്ട് മുച്ചൂടും കൊണ്ടുപോയി വിറ്റവൻ, ശബരിമലയിലെ കട്ടളപ്പാളി, വാതല്, ദ്വാരപാലക ശില്പം, പീഠം, ഇനി വേറെ എന്തൊക്കെ കൊണ്ടുപോയി നമുക്കറിയാം. ഇതെല്ലാം കൊണ്ടുപോയി ഇപ്പോഴത്തെ അന്താരാഷ്ട്ര വിഗ്രഹ കള്ളക്കടത്ത് മാഫിയയ്ക്ക് വരെ 500 കോടി മുതൽ 1000 കോടി രൂപയ്ക്ക് വരെ വിറ്റു എന്നുള്ള നിലയിൽ ആരോപണം വന്നിട്ടുള്ള, ആ വിൽപ്പനയിലൊക്കെ മുഖ്യ പങ്ക് വഹിച്ചിട്ടുള്ള ഭഗവാൻ അയ്യപ്പൻ്റെ സ്വർണം കൊണ്ടുപോയി വിറ്റു തിന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി എന്താ അവിടെ ചെന്നിട്ട് ചെയ്യുന്നത്? കേരള പോലീസിലെ ഉന്നത സ്ഥാനം വഹിക്കുന്ന, ഏതാണ്ട് DGPക്ക് താഴെ ADGP സ്ഥാനം വഹിക്കുന്ന ADGP S ശ്രീജിത്തിന് ഈ പെരുങ്കള്ളൻ പൊന്നാട അണിയിക്കുന്നു. സുഹൃത്തുക്കളെ, ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുകയല്ല, അല്ലെങ്കിൽ തോളത്ത് തട്ടുകയല്ല, അല്ലെങ്കിൽ ഒന്ന് ആലിംഗനം ചെയ്യുകയല്ല, പൊന്നാട അണിയിക്കുന്നു. എന്തിനാണ് ഈ പൊന്നാട അണിയിക്കുന്നത്? സാധാരണ ഇതിൽ പൊന്നാട അണിയിക്കുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ ഒരാൾ ഒരു ചടങ്ങിൽ സ്റ്റേജിലിരിക്കുന്നു, അയാളെ പൊന്നാട അണിയിക്കുന്നത് അയാൾ ചെയ്ത പ്രവർത്തനത്തിനുള്ള ഒരു അംഗീകാരം, ഒരു ആദരം എന്നാണ്, ഒരു ആദരിക്കലാണ് പൊന്നാട അണിയിക്കൽ. ഒരാൾ സ്റ്റേജിലിരിക്കുമ്പോഴത്തേക്ക് നിങ്ങൾ ഈ ചെയ്ത പ്രവർത്തനങ്ങൾ, നിങ്ങൾ വലിയ പ്രവർത്തനങ്ങളൊക്കെയാണ് ചെയ്തത്, അതുകൊണ്ട് നിങ്ങളെ ഞങ്ങൾ ആദരിച്ച് പൊന്നാട അണിയിച്ച് ആദരിക്കുന്നു എന്ന് പറയുന്നത് ഒരു ആദരമാണ്, ആദരം. അപ്പോൾ ADGP ശ്രീജിത്തിനെ ഈ പെരുങ്കള്ളൻ പൊന്നാട അണിയിക്കണമെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? ADGP ശ്രീജിത്തിനെ ഈ പെരുങ്കള്ളൻ, ഈ കാട്ടുകള്ളൻ, ഈ ആനക്കള്ളൻ ആദരിച്ചു എന്നല്ലേ നമ്മൾ അതിനകത്ത് മനസ്സിലാക്കേണ്ടത്. എന്തിനാണ് ആദരിച്ചത്? ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം മുഖ്യമന്ത്രിയെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു ചടങ്ങ് സംഘടിപ്പിച്ചു തന്നു എനിക്ക്. അതിലൂടെ എന്നെ വെള്ളപൂശി തന്നു, എനിക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കി തന്നു എന്ന ഒരു പ്രവർത്തനം നടത്തിയതിനുള്ള ഒരു ആദരം എന്നുള്ള നിലയിലാണ് ADGP ശ്രീജിത്ത് പോലീസ് വേഷത്തിൽ നിൽക്കുമ്പോൾ അയാൾക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി പൊന്നാട അണിയിച്ചത് എന്നുള്ളത് വ്യക്തമല്ലേ സുഹൃത്തുക്കളെ? ആ മുഖ്യമന്ത്രി പങ്കെടുത്ത ചടങ്ങിൽ കൂടി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കിട്ടിയിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് ചില്ലറയാണോ? അയാൾക്ക് എത്ര ശതകോടീശ്വരന്മാരുടെ മുമ്പിൽ കൊണ്ട് ഇതിനി കാണിച്ചു കൊടുക്കാൻ കണ്ടോ? ഞാൻ കൂടെ പങ്കെടുത്തൊരു ചടങ്ങിൽ എൻ്റെ നിന്ന് താക്കോൽ വാങ്ങിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെയ്യുന്നത് എന്ന് കാണിച്ചു കൊടുക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കി കൊടുത്തത് ADGP S ശ്രീജിത്ത് ആയതുകൊണ്ടാണ്. ആ ADGP S ശ്രീജിത്തിനെ ഈ കാട്ടുകള്ളൻ, പെരുങ്കള്ളൻ, ഈ ആനക്കള്ളൻ, ശബരിമല ഭഗവാന്റെ സ്വർണം മുഴുവൻ കൊണ്ടുപോയി വിറ്റ് തിന്ന ഈ പെരുങ്കള്ളൻ ശ്രീജിത്ത് എന്ന് പറഞ്ഞ ഈ പോലീസ് ഉദ്യോഗസ്ഥന് പൊന്നാട അണിയിച്ചയാളെ ആദരിച്ചത്. സുഹൃത്തുക്കളെ, ഞാൻ ചോദിക്കുന്ന SITക്ക് ഇതിനപ്പുറം എന്ത് തെളിവാണ് ഇനി വേണ്ടത്? ശ്രീജിത്തിനെ ചോദ്യം ചെയ്യാൻ ഇനി എന്ത് തെളിവാണ് വേണ്ടത്? ഞാൻ ചോദിക്കുന്നത് എന്ത് തെളിവാണ് വേണ്ടത്? ഇപ്പം പിന്നെ കടകംപള്ളി സുരേന്ദ്രൻ്റെ കൂടെ പോറ്റിയിരിക്കുന്ന ഫോട്ടോ വന്നിട്ടുണ്ട്. അതും പ്രധാനപ്പെട്ട സംഭവം തന്നെയാണ്. പക്ഷേ അത് കടകംപള്ളി സുരേന്ദ്രൻ്റെ കൂടെ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇരിക്കുന്ന ഫോട്ടോയാണ് വന്നിരിക്കുന്നത്. ഇതങ്ങനെയാണോ? ഇത് കടകംപള്ളി, ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റി ശ്രീജിത്തിനെ പൊന്നാട അണിയിക്കുന്ന ചിത്രമല്ലേ സുഹൃത്തുക്കളെ? ആദരിക്കുകയല്ലേ? ഒന്ന് ആലോചിച്ച് നോക്ക്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ഈ ചിത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 14/10/2025 പിന്നെ SITക്ക് പിന്നെ പരാതി കൊടുത്തൊരു പൊതുപ്രവർത്തകനാണ് ഞാൻ. ഏതാണ്ട് 14/10 കഴിഞ്ഞു, 14/11 കഴിഞ്ഞു, 14/12 കഴിഞ്ഞു സുഹൃത്തുക്കളെ. 2 മാസം കഴിഞ്ഞിട്ടും ഏത് മാളത്തിലാണ് SIT ഒളിച്ചിരിക്കുന്നത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അതുകൊണ്ട് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. കേരളത്തിലെ ഏതാണ്ട് 10-45 ലക്ഷം ശതമാനം വരുന്ന ഹിന്ദുക്കളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനാലയമായിട്ടുള്ള ശബരിമലയിലെ ഭഗവാൻ അയ്യപ്പൻ്റെ
സ്വർണം കാണിക്കയായി നൽകിയ സ്വർണം, വാതില്, കട്ടിളപ്പാളി, പിന്നെ ദ്വാരപാലക ശില്പങ്ങൾ, പീഠങ്ങൾ ഉൾപ്പെടെയുള്ള ആ സ്വർണം മുഴുവൻ കൊണ്ടുപോയി 500 കോടി മുതൽ 1000 കോടി രൂപയ്ക്ക് വരെ മോഹവിലയ്ക്ക് അന്താരാഷ്ട്ര മാർക്കറ്റിൽ വിൽപ്പന നടത്തിയെന്ന ആരോപണം ഉയർന്നിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന പെരുങ്കള്ളൻ, ആനക്കള്ളൻ, അയാൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ പൊന്നാട അണിയിച്ച് ആദരിച്ചിട്ട് ആ ആദരം കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞിട്ടും ആ ആദരത്തിനെ കുറിച്ചിട്ട് അന്വേഷിക്കണമെന്ന് പറഞ്ഞൊരു പൊതുപ്രവർത്തകൻ പരാതി നൽകി 2 മാസം കഴിഞ്ഞിട്ടും ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഇത് അന്വേഷിച്ചിട്ടില്ലെങ്കിൽ ഞാൻ അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല എന്ന് മാത്രമേ എനിക്ക് സൂചിപ്പിക്കാനുള്ളൂ. അതിനെക്കുറിച്ച് SIT അന്വേഷിച്ചില്ലെങ്കിൽ അന്വേഷിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതറ്റം വരെ പോകാനും എനിക്ക് യാതൊരു മടിയില്ല എന്ന് മാത്രമേ ഞാനിപ്പോൾ എൻ്റെ പ്രേക്ഷകരോട് സൂചിപ്പിക്കുന്നു.